ഹായ്, ബ്ലാക്ക് ബോർഡ് ട്യൂഷൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ +1 അക്കൗണ്ടൻസി കുറച്ച് ട്രാൻസാക്ഷൻസ് ഏത് രീതിയിലാണ് ജേണൽ എൻട്രി എഴുതുന്നതിന് വേണ്ടി ഡെബിറ്റും ക്രെഡിറ്റും തിരിക്കുന്നതെന്ന് ഇന്ന് കുറച്ച് എക്സാമ്പിൾ സഹിതം പറഞ്ഞു തരാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന്, സ്റ്റാർട്ടഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് മുടക്കി ബിസിനസ് തുടങ്ങി. അപ്പോൾ ക്യാഷ് മുടക്കി ബിസിനസ് തുടങ്ങുമ്പോൾ ഡെബിറ്റ് കൊടുക്കേണ്ടത് ഡെബിറ്റ് ക്യാഷിന് ഡെബിറ്റ് കൊടുക്കുക. ഡെബിറ്റ് ക്യാഷ്, ക്രെഡിറ്റ് ക്യാപിറ്റൽ ഇൻക്രീസ് ക്രെഡിറ്റ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നതാണ്. ബട്ട് ക്യാഷ് ഡെബിറ്റും ക്യാപിറ്റലിന് ക്രെഡിറ്റും. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കുക. ഇനി വീണ്ടും രണ്ടാമത്തെ ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഫർണിച്ചറാണ്. സെക്കൻഡ് ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഫർണിച്ചർ ഇത് ഒന്നാമത്തെ ട്രാൻസാക്ഷനാണ്. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് എന്നൊന്നും പറയണ്ട. പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് മാത്രമേ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കാശ് കൊടുത്ത് ഫർണിച്ചർ മേടിച്ചെന്ന. ഫർണിച്ചർ അസറ്റാണ്, അസറ്റ് വരുന്നു. പിന്നെ ക്യാഷ് എന്നുള്ള അസറ്റ് കയ്യിൽ നിന്ന് പോകുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഫർണിച്ചറാണുള്ള ബിസിനസ്സിലേക്ക് വന്നത്. അപ്പോൾ ഫർണിച്ചറിന് ഡെബിറ്റ് കൊടുക്കുക. ഫർണിച്ചറിന് ഡെബിറ്റ് കൊടുക്കുക. പിന്നെ ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോയത്, അപ്പോൾ ക്യാഷിന് ക്രെഡിറ്റ് കൊടുക്കുക. ഫർണിച്ചറിന് ഡെബിറ്റും ക്യാഷിന് ക്രെഡിറ്റും കൊടുക്കുക. ഇനി വീണ്ടും അടുത്ത ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. അടുത്ത ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം P&C ഓൺ ക്രെഡിറ്റ്. ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞില്ലെങ്കിലും ആരിൽ നിന്നാണോ വാങ്ങിയത് അവരുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ആണെന്നാണ് അർത്ഥം. ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം P&C കയ്യിൽ നിന്ന് ഫർണിച്ചർ മേടിച്ചു. ഓൺ ക്രെഡിറ്റ്, P&C ഓൺ ക്രെഡിറ്റ്, കടമായി P&C കയ്യിൽ നിന്ന് ഫർണിച്ചർ വാങ്ങി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടെ ഡെബിറ്റ് ക്രെഡിറ്റും വരുന്നതെന്ന് നോക്കാം. അപ്പം ഫർണിച്ചർ ബിസിനസ്സിലേക്ക് വരുന്നത്, അതുകൊണ്ട് ഫർണിച്ചറിന് ഡെബിറ്റ് കൊടുക്കുക. ഫർണിച്ചർ ഡെബിറ്റ്. ഇനി കയ്യിൽ നിന്ന് ക്യാഷ് പോയിട്ടില്ല, അതിന് പകരം P&C എന്നുള്ള ലയബിലിറ്റിയാണ് നമുക്ക് വർദ്ധിച്ചത്. അതുകൊണ്ട് ആ പേഴ്സണൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് കൊടുക്കണം. P&C ക്രെഡിറ്റ് കൊടുക്കുക. ഇതൊരു പേഴ്സണൽ അക്കൗണ്ടാണ്, അതുകൊണ്ട് പേഴ്സണൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് കൊടുക്കുക. ഇനി വീണ്ടും അടുത്ത ട്രാൻസാക്ഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ആണ്. ഇത് ഫർണിച്ചറാണ് മേടിച്ചത്, അതുകൊണ്ട് ഫർണിച്ചർ ഡെബിറ്റും P&C ക്രെഡിറ്റും. ഇനി പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനി എന്ത് സാധനമാണോ ഡീൽ ചെയ്യുന്നത്. ഒരു തുണിക്കടയാണെങ്കിൽ ഗുഡ്സ് തുണിയാണ്, പിന്നെ ഒരു സ്റ്റേഷനറി കടയാണെങ്കിൽ ഗുഡ്സ് സ്റ്റേഷനറിയാണ്. അപ്പോൾ എന്ത് സാധനമാണോ ഡീൽ ചെയ്യുന്നത് ആ സാധനത്തിനെയാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നൊന്നും പറയണ്ട, കാശ് കൊടുത്താൽ മേടിച്ചതെന്ന് കരുതണം. അപ്പം പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റഡ്. ഇവിടെ സാധനം മേടിക്കുമ്പോൾ പർച്ചേസസിനാണ് ഡെബിറ്റ് കൊടുക്കേണ്ട. പർച്ചേസസ് അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കുക. പിന്നെ ക്യാഷ് കൊടുത്താൽ മേടിച്ച് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ക്യാഷ് കൊടുത്താണ് മേടിച്ചതെന്നാണ് അതിന് അർത്ഥമാക്കേണ്ടത്. അപ്പോൾ ക്യാഷിന് ക്രെഡിറ്റ് കൊടുക്കുക. ക്യാഷ് കയ്യിൽ നിന്ന് പോയി, അതുകൊണ്ട് ക്യാഷിന് ക്രെഡിറ്റ് കൊടുക്കുക. വീണ്ടും അടുത്ത ട്രാൻസാക്ഷൻ ഏതാണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. അടുത്ത ട്രാൻസാക്ഷൻ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ദിനേശിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചു. പക്ഷേ ഇവിടെ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ദിനേശ് ഫോർ ക്യാഷ് എന്ന് പറയുന്നില്ല, ഫോർ ക്രെഡിറ്റ് എന്നും പറഞ്ഞിട്ടില്ല. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ദിനേശ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ദിനേശ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ദിനേശ്. അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പർച്ചേസിന് ഡെബിറ്റും ദിനേശിന് ക്രെഡിറ്റും കൊടുക്കുക. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ദിനേശിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ സാധനം മേടിച്ചു ദിനേശ്. അപ്പോൾ എന്ത് ചെയ്യണം? പർച്ചേസിന് ഡെബിറ്റും ദിനേശിന് ക്രെഡിറ്റും കൊടുക്കുക. പർച്ചേസിന് ഡെബിറ്റും ദിനേശിന് ക്രെഡിറ്റ് കൊടുക്കുക. പർച്ചേസ് ഡെബിറ്റ്
പർച്ചേസിന് ഡെബിറ്റ് കൊടുക്കുക. പർച്ചേസ് ഡെബിറ്റ്. പിന്നെ ദിനേശ് പേഴ്സണൽ അക്കൗണ്ടാണ്, അതുകൊണ്ട് ദിനേശിന് ക്രെഡിറ്റ് കൊടുക്കുക. ദിനേശ് ക്രെഡിറ്റ്. കാരണം ദിനേശിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ കടമായിട്ടാണ് മേടിച്ചത്, അതുകൊണ്ട് പർച്ചേസിന് ഡെബിറ്റും ദിനേശിന് ക്രെഡിറ്റും കൊടുത്തു. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ ഏതാണെന്ന് നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ദിനേശ് ഫോർ ക്യാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലോ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ദിനേശ് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിരിക്കുന്നു. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ദിനേശ് ഫോർ ക്യാഷ്. ക്യാഷിനാണ് ദിനേശിൻ്റെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചത്. അപ്പോൾ എങ്ങനെ വരും? പർച്ചേസിന് ഡെബിറ്റും ക്യാഷിനാണ് ക്രെഡിറ്റ് വരേണ്ടത്, ദിനേശിനല്ല. പർച്ചേസ് ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. ക്യാഷിന് ക്രെഡിറ്റ് വരും. പർച്ചേസ് ഡെബിറ്റും ക്യാഷ് ക്രെഡിറ്റും വരും. ദിനേശിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷിന് സാധനം മേടിച്ചു കഴിഞ്ഞാൽ പർച്ചേസ് ഡെബിറ്റും ദിനേശ് ക്രെഡിറ്റും വരും. ഇനി വീണ്ടും വിൽക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. സോൾഡ് ഗുഡ്സ് സാധനങ്ങൾ വിൽക്കുന്നു. സോൾഡ് ഗുഡ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പം ക്യാഷിനാണ് സാധനങ്ങൾ വിറ്റിരിക്കുന്നത്, അതുകൊണ്ട് ക്യാഷിന് ഡെബിറ്റും, ക്യാഷ് ഡെബിറ്റ്, കാശ് കിട്ടി. സെയിൽസിനാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സാധനം വാങ്ങുമ്പം പർച്ചേസിന് ഡെബിറ്റും, സാധനം വിൽക്കുമ്പോൾ സെയിൽസിന് ക്രെഡിറ്റും വരും. ഇനി അടുത്തത് സോൾഡ് ഗുഡ്സ് ടു അലി ആണെങ്കിൽ ഫോർ ക്യാഷ് എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഓൺ ക്രെഡിറ്റ് എന്നും പറഞ്ഞിട്ടില്ല. സോൾഡ് ഗുഡ്സ് ടു അലിക്ക് സാധനങ്ങൾ വിറ്റു. ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. അപ്പം അലിയുടെ അക്കൗണ്ടിനാണ് ഇവിടെ ഡെബിറ്റ് വരേണ്ടത്, പേഴ്സണൽ അക്കൗണ്ടിന്. അലീസ് അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കുക, അലിയുടെ അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കുക. പിന്നെ സെയിൽസിന് ക്രെഡിറ്റ് കൊടുക്കുക, സെയിൽസ് ക്രെഡിറ്റ്. ഇനി ഈ ട്രാൻസാക്ഷൻ തന്നെ ഇതുപോലെ തന്നെ ഈ സെയിൽസ് ഒരു വ്യക്തിയുടെ പേര് തന്നിട്ടുണ്ട്, ആർക്കാണ് വിറ്റതെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോൾഡ് ഗുഡ്സ് ടു ബിനീഷ്, സോൾഡ് ഗുഡ്സ് ടു ബിനീഷ് ഫോർ ക്യാഷ്. അപ്പോൾ ക്യാഷിനാണ് ഇവിടെ സാധനം വിറ്റിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ക്യാഷിന് ഡെബിറ്റും സെയിൽസിന് ക്രെഡിറ്റും വരും. അപ്പം ഈ രീതിയിലാണ് ഡെബിറ്റും ക്രെഡിറ്റും തരംതിരിക്കേണ്ടത്. ഇനി വീണ്ടും ഇങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും തിരിച്ചതിന് ശേഷം വേണം നിങ്ങൾ ജേണൽ എൻട്രീസ് എഴുതാൻ. ഒന്ന് ഹൃദ്യസ്ഥമാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെയുള്ള ട്രാൻസാക്ഷൻസ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഏത് ഡെബിറ്റ് ഏത് ക്രെഡിറ്റ് എന്ന് തിരിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് ജേണൽ എൻട്രീസ് ചെയ്യാൻ അറിയത്തില്ലാത്തവർ, +1 VHSക്കാർ, ഫസ്റ്റ് ഇയറുകാർ, അറിയത്തില്ലാത്തവർ, അതുപോലെ BComകാർക്കൊക്കെ ഈ ക്ലാസ് ഉപകാരപ്രദമാണ്. അപ്പോൾ എല്ലാവരും ഇത് കേട്ട് വീണ്ടും പഠിച്ച് മനസ്സിലാക്കുക ജേണൽ എൻട്രീസ്. ഇനി അടുത്തൊരു വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം തന്നെ ക്ലാസ്സിൽ വരുന്നതാണ്. ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സംശയങ്ങൾ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ദൂരീകരിച്ച് തരുന്നതായിരിക്കും.